നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. നമുക്കിന്ന് ഗർഭിണികൾ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. ഒരു ഗർഭകാലം എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ, പിന്നത്തെ 3 മാസം സെക്കൻഡ് ട്രൈമസ്റ്റർ, പിന്നെ അവസാനത്തെ 3 മാസമാണ് നമ്മുടെ ലാസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ഈ 3 ഭാഗങ്ങളിലും ഗർഭിണികൾക്ക് വേണ്ട ആഹാരക്രമത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആഹാര രീതികളിലും ആ വ്യത്യാസം ഉണ്ടാവും. റിക്വയർമെന്റ് വ്യത്യാസം വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നതും വ്യത്യാസം വന്നിരിക്കും. അതിൽ ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത് ഗർഭിണി ഗർഭാവസ്ഥയായിട്ട് ഫിസിക്കലിയും മെന്റലിയും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവുന്ന ഒരു സ്റ്റേജാണ്. അതിൽ ആദ്യത്തെ 3 മാസം നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ വിളിക്കുന്നത് പൊതുവേ ഗർഭിണികൾക്ക് വിശപ്പ് കുറവ്, അസിഡിറ്റി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സാധാരണ കണ്ടുവരുന്ന ഒരു സമയമാണ് ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത്. അപ്പൊ ആ 3 മാസത്തില് നമ്മൾ കഴിയുന്നതും അവരവർക്ക് താല്പര്യമുള്ള ആഹാരങ്ങൾ, ഇപ്പോൾ പൊതുവെ അവർക്ക് എന്താണോ കഴിക്കാൻ താല്പര്യം, കാരണം ചില സ്മെല്ല്, ചില ടേസ്റ്റ് ഇതൊന്നും ചിലപ്പോൾ അവർക്ക് പിടിക്കുന്നുണ്ടാവില്ല. പാലിന്റെ സ്മെല്ല് അല്ലെങ്കിൽ ചിലപ്പോൾ ചോറിന്റെ സ്മെല്ല്, ഇതൊന്നും ചിലപ്പോൾ പിടിക്കുന്നുണ്ടാവില്ല. അപ്പം അത് നിർബന്ധിച്ച് കൊടുക്കുന്നതിന് പകരം എന്താണോ അവർക്ക് താല്പര്യമുള്ളത്, ഓരോ ഗർഭിണിയും വ്യത്യസ്തയാണ്. ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല മറ്റൊരാൾക്ക് ഇഷ്ടമുള്ള കാര്യം. അപ്പൊ അതിൽ ഏതാണോ ഇഷ്ടമുള്ളത് അത് കഴിയുന്നതും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫുഡിന്റെ കാര്യത്തിൽ വെള്ളവും അതുപോലെ തന്നെ, കാരണം ചിലർക്ക് പ്ലെയിൻ വാട്ടർ കുടിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും, കഞ്ഞിവെള്ളമോ കരിക്കും വെള്ളമോ അങ്ങനത്തെ കുടിക്കുന്നതായിരിക്കും താല്പര്യം. അപ്പോൾ ഏതാണോ താല്പര്യമുള്ള ഫുഡും വെള്ളവും അത് കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ 3 മാസങ്ങളിൽ അവരെ നിർബന്ധിച്ച് പാൽ കുടിക്കുക, ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസത്തിൽ വലിയൊരു ബോഡിക്ക് പ്രോട്ടീൻ കൂടുതലിന്റെയോ അല്ലെങ്കിൽ ഹെവി ഫുഡിന്റെയോ ഒരു റിക്വയർമെന്റ് ഇല്ല. പക്ഷെ വെള്ളം പ്രോപ്പറായിട്ട് ഗർഭിണി എടുത്തിരിക്കണം. കാരണം ആദ്യത്തെ 3 മാസങ്ങളിലെ തലകറക്കം, ഊക്കാനം, ഇതൊക്കെ വരുന്നത് ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് കുറയുന്നതുകൊണ്ടാണ്. അപ്പം വെള്ളം പ്രോപ്പറായിട്ട് എടുത്തിരിക്കണം. ഫുഡിന്റെ അളവ് ഇച്ചിരി കുറഞ്ഞു പോയാലും വെള്ളം പ്രോപ്പറായിട്ട് എടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധികം ഓയിൽ ചേർന്നിട്ടുള്ളതും ഓവർ സ്പൈസി ആയിട്ടുള്ളതുമായിട്ടുള്ള ഫുഡ്, അധികം എരിവും പുളിയുള്ള ആഹാരങ്ങൾ മാക്സിമം ആദ്യത്തെ 3 മാസത്തിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഗർഭകാലത്ത് കാണാനിടയുള്ള ഛർദി, ഒക്കാനോ അതൊക്കെ കുറച്ച് കൂടാനായിട്ടാണ് സാധ്യത. ഓക്കെ, അടുത്ത 2 ട്രൈമസ്റ്ററുകളിൽ, അതായത് 3 മാസം കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ 6 മാസമാണ് പ്രധാനമായിട്ടും പ്രോട്ടീന്റെ റിക്വയർമെന്റ് കൂടുന്നത്. പ്രോട്ടീൻ റിക്വയർമെന്റ് ഏതാണ്ട് 20% ഗർഭിണിക്ക് കൂടും. അപ്പൊ ടോട്ടൽ ഡയറ്റ് മാറ്റാനല്ല, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, വെജിറ്റബിൾസ് വേണം, ഫ്രൂട്ട്സ് വേണം. അപ്പം ആദ്യത്തെ മാസങ്ങൾ മുതലേ തന്നെ വെജിറ്റബിൾസിന്റെയും ഫ്രൂട്ട്സിന്റെയും അളവ് കൂടുതലായിട്ട് കഴിക്കണം. ഗർഭിണിക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് ഏറ്റവും അത്യാവശ്യമുള്ളത് ആദ്യത്തെ മാസം മുതലേ തന്നെ. ഈ 4-5 മാസം കഴിയുമ്പോഴാണ് പ്രോട്ടീന്റെ റിക്വയർമെന്റ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ആ സമയത്ത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കടല, പയറ്, പരിപ്പ് അങ്ങനെയുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ള സോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ നോൺ വെജ് ആയിട്ടുള്ള മുട്ട, ഇറച്ചി അങ്ങനത്തെ ഉള്ളതായാലും കുഴപ്പമില്ല. അപ്പൊ ഇത് രണ്ടും കൺസ്യൂം ചെയ്യാം. ഓരോരുത്തർ നോൺ വെജ് ആണോ വെജ് ആണോ എന്നുള്ള രീതിയിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കേണ്ടത് പിന്നെ ഉള്ള സമയത്താണ്. പിന്നെ പ്രത്യേകിച്ചുള്ള ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഫുഡ് കഴിച്ചാൽ, ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, ഏത് മെയിൻ മീൽ കഴിച്ചാലും അത് ബാലൻസ്ഡ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് എമൗണ്ട് കാർബോഹൈഡ്രേറ്റ് വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് എടുത്തു കഴിഞ്ഞാൽ 1 കപ്പ് ചോറ് അല്ലെങ്കിൽ 1.5 കപ്പ് ചോറ് കഴിക്കുകയാണെങ്കിൽ 1 കപ്പ് പയറുവർഗ്ഗങ്ങൾ എന്തെങ്കിലും, കടലയോ പയറോ പരിപ്പോ അങ്ങനത്തെ എന്തെങ്കിലും വേണം. നിർബന്ധമായിട്ടും അതേ അളവില് പച്ചക്കറികളും വേണം. ഒന്നുകിൽ സാലഡ്സ് ആയിട്ട് അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ കറി വെച്ച് ആ രീതിയിൽ തോരനോ അവിയലോ അങ്ങനെ കറിയായിട്ട് വേണമെങ്കിലും കഴിക്കാം. പക്ഷെ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം എല്ലാ സംഭവങ്ങളും. അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും എല്ലാം, വൈറ്റമിൻസ് ആണെങ്കിലും എല്ലാം ക്രമീകരിച്ച് ഉള്ള ഡയറ്റ് വേണം ഗർഭിണി കഴിക്കാനായിട്ട്. പിന്നെ പൊതുവെ പ്രഗ്നൻസിയിൽ കാണുന്ന കുറച്ച് കൺസേൺസ് ആയിട്ടുള്ള സംഗതികളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇപ്പൊ ആദ്യത്തെ മാസങ്ങളിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കാനം, ഛർദി, അതില് ദിവസം 1-2 തവണ ഛർദിക്കുന്നതൊന്നും ഗർഭകാലത്ത് അത്ര ഭയങ്കര ഒരു പ്രശ്നമായിട്ട് കാണണ്ട. പക്ഷെ അധിക തവണ 4-5 തവണ ഛർദിക്കുന്നു, നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഛർദിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും
ഒരു ഡോക്ടറുടെ സേവനം തന്നെ ആവശ്യമുണ്ട്. അല്ല ചെറിയ രീതിയിലുള്ള ഛർദിയൊക്കെ ഉള്ളൂ, ഓക്കാനൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ആഹാരത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും. അതായത് രാവിലെ എണീറ്റ് ഉടനെ നമ്മുടെ യൂഷ്വൽ കേരളീയരുടെ രീതി എന്ന് വെച്ചാൽ ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുക എന്നുള്ളത്, അത് ഒഴിവാക്കിയിട്ട് ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ആദ്യമേ കഴിക്കുക. ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും റോസ്റ്റോ റസ്കോ ബിസ്ക്കറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ആദ്യമേ കഴിക്കുക. എന്നിട്ട് കുറച്ചു നേരം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഗ്യാപ്പില് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആ രീതിയിൽ കഴിക്കുക. അങ്ങനെ വരുമ്പോൾ ഛർദി ഓക്കാനൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അധികം ഓയിൽ ചേർക്കാത്തതും അധികം എരിവ് പുളി ഇല്ലാത്ത ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഓക്കാനോ ഛർദിയോ ഒക്കെ വരുന്നത് കുറച്ച് കുറഞ്ഞിരിക്കും. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ മീൽസ് എല്ലാം ഡിവൈഡ് ചെയ്ത് കഴിക്കുക എന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് 3 ഇഡ്ഡലി കഴിക്കണം എന്ന് വിചാരിക്കാം സപ്പോസ്. പക്ഷെ 3 എണ്ണവും കഴിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് അത് പുറത്തേക്ക് പോകുന്നു, വോമിറ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 2 എണ്ണം ഇനിഷ്യലി കഴിക്കാം, പിന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് പിന്നെ ഒരെണ്ണം കഴിക്കാം. അത് നമ്മൾ സ്മോൾ ഫ്രീക്വന്റ് മീൽസ് എന്ന് പറയും. അപ്പം ആ രീതിയിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഓക്കാനോ ഛർദിയൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് നെഞ്ചരിച്ചിൽ പ്രഗ്നൻസിയിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. അത് ത്രൂ ഔട്ട് പ്രഗ്നൻസി പലർക്കും കാണാറുണ്ട് നെഞ്ചരിച്ചിലായിട്ട്. അപ്പം അതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതുപോലെ ഡയറ്റ് ഇതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ വെള്ളത്തിന്റെ അളവ് നന്നായിട്ട് കൂട്ടുക എന്ന് വെച്ചാൽ 2 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് ഒരു ഗർഭിണി 24 മണിക്കൂറിനുള്ളിൽ കുടിച്ചിരിക്കും. 2 ലിറ്റർ വെള്ളം കുടിക്കുമ്പോഴത്തേനും നമുക്ക് പൊതുവെ അസിഡിറ്റിയുടെ ഇഷ്യൂസ് കുറഞ്ഞു വരും. ആ രീതിയിൽ ഹാർട്ട് ബേൺ, നെഞ്ചരിച്ചിൽ അങ്ങനത്തെ ഇഷ്യൂസും കുറഞ്ഞു വരും. ഇതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, അതായത് മോഷൻ ടൈറ്റ് ആവുക, എല്ലാ ദിവസവും മോഷൻ പോകുന്നില്ല. ഇതിനും ഈ പറയുന്ന പോലെ വെള്ളം വളരെ മസ്റ്റായിട്ട് വേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്. ഫൈബർ റിച്ച് ഫുഡ് എന്ന് വെച്ചാൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഫൈബർ ഉള്ള സംഗതികൾ. അപ്പൊ അത് ധാരാളമായിട്ട് കഴിക്കണം, ഫൈബർ ഉള്ള സാധനങ്ങൾ. പിന്നെ ഒഴിവാക്കേണ്ട സാധനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഓയിലും സ്പൈസും ഇവിടെയും ഒരു വില്ലനാണ്, മോഷൻ ടൈറ്റ് ആവുന്നതിലും ഒരു വില്ലനാണ്. അതുപോലെ തന്നെ ഫൈബർ ഇല്ലാത്ത ആഹാരങ്ങൾ ഒട്ടുമേ ഇല്ല. 0 ഫൈബർ നമ്മൾ പറയുന്ന മൈദയാണ്. മൈദയിൽ ഉണ്ടാക്കുന്ന ബ്രെഡ്, ബിസ്ക്കറ്റ്, പന്ന, പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുക. കഴിക്കേ വേണ്ട എന്നല്ല, നമുക്ക് കൊതിക്ക് ഒരെണ്ണം കഴിച്ചെന്ന് വെച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അളവ് ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉള്ളവര് മാക്സിമം അത് കുറച്ച് കഴിച്ചാൽ നന്നായിരിക്കും. പിന്നെ ഒരു കുറച്ച് കാറ്റഗറി ആൾക്കാർക്ക് വരുന്ന 2-3 ഇഷ്യൂസ് ആണ്. ഒന്ന് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന BP, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ നമ്മൾ പറയും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ BP ഒത്തിരി കൂടാതിരിക്കാനായിട്ട് ഡയറ്റിലുള്ള എക്സ്ട്രാ സോൾട്ട്, ഉപ്പും അതുപോലെ തന്നെ എക്സ്ട്രാ ഓയിലും, ഇത് രണ്ടും നമ്മൾ കുറയ്ക്കാനായിട്ട് പറയും. അപ്പം മെയിനായിട്ട് ഈ സോൾട്ട് ഉള്ള സംഗതി എന്ന് വെച്ചാൽ ഉപ്പിലിട്ടത്, അച്ചാറ്, പപ്പടം ഇങ്ങനത്തെ ഉള്ള ആഹാരങ്ങൾ മാക്സിമം ഒന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ BP വരാനുള്ള ടെൻഡൻസി കുറയും. BP ഉള്ളവർക്കാണെങ്കിലും കുറച്ചുകൂടെ ഒരു കൺട്രോൾ കിട്ടാൻ എളുപ്പമായിരിക്കും. ഫാമിലിയിൽ ആർക്കെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഒക്കെ BP ഉണ്ടെങ്കിൽ ഗർഭിണിക്ക് BP വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർ ആദ്യമേ ഡയറ്റിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കാൻ ഉള്ള ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ വരുന്നതാണ് പ്രമേഹം, പ്രഗ്നൻസിയിലുള്ള ഡയബറ്റിസ്, ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് നമ്മൾ പറയും. അപ്പൊ അങ്ങനെയുള്ള ഗർഭിണിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസിയിൽ റിക്വയർമെന്റ് കൂടുതലാണ്, പക്ഷെ ഡയബറ്റിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അളവ് കൂട്ടി കഴിക്കാനായിട്ട് പറ്റില്ല ആ റിക്വയർമെന്റിനനുസരിച്ച്. അപ്പം അവർക്ക് വ്യത്യാസം വരുത്താനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിന്റെ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ 1.5 കപ്പ് ചോറൊക്കെ കഴിക്കുന്നത് കുറച്ചിട്ട് 1 കപ്പ് ചോറ് കഴിക്കാം, 1 കപ്പ് പ്രോട്ടീൻ കഴിക്കാം, 2 കപ്പ് വെജിറ്റബിൾ ആയിട്ട് കഴിക്കാം. 1:1:2 എന്നുള്ള പ്രൊപ്പോർഷനിൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ഷുഗേഴ്സ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ ചിലർക്ക് ഡയറ്റിലും ഇനിഷ്യലി നമ്മൾ ചെറിയ രീതിയിലുള്ള ഡയറ്റിൽ വ്യത്യാസങ്ങൾ വരുത്താൻ പറയാം. അതായത് മധുര പലഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, ചായ കാപ്പിയിൽ പഞ്ചസാര ഒഴിവാക്കുക, രാത്രി ചോറെന്നുള്ളത് മാറ്റി ഗോതമ്പിന്റെ അല്ലെങ്കിൽ റവയുടെ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കുമ്പോഴത്തേനും ഒരു പരിധി വരെ വ്യത്യാസങ്ങൾ വരാറുണ്ട്, ഷുഗർ ലെവൽ കൺട്രോളിൽ വരാറുണ്ട്. അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഐഡിയലി ഒരു ഡയറ്റീഷ്യന്റെ കൺസൾട്ടേഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ പ്രമേഹത്തിലുള്ള ഡയബറ്റീസിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ 90% ആൾക്കാർക്കും ഈ പൊതുവെ ഡയറ്റിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷുഗേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് വലിയൊരു ഇഷ്യൂ ഇല്ല. ഡയറ്റിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ. പിന്നെ ഒരു ഇഷ്യൂ പൊതുവേ കണ്ടുവരുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഗർഭിണികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തക്കുറവാണ്. രക്തത്തിൽ എന്ന് വെച്ചാൽ ഹീമോഗ്ലോബിന്റെ ലെവല് 12-14 നോർമൽ വേണ്ടത്. അതിൽ പലർക്കും ആ ഒരു 12 എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗർ അച്ചീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പലർക്കും 11, 11.2, ചിലർക്ക് അതിലും കുറവ് ആ രീതിയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പം
രക്തക്കുറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഡയറ്റ് മാത്രം പോരാ, എക്സ്ട്രാ ആയിട്ട് രണ്ട് സംഭവങ്ങൾ. ഒന്ന്, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കണം. അയൺ റിച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറികള്, ഇലക്കറികള്, പഴവർഗ്ഗങ്ങള്, അത് ധാരാളം കഴിക്കുക. ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ അയൺ റിച്ച് നമ്മൾ പറയുന്നത് ഉണക്കമുന്തിരി, ഈന്തപ്പഴം, ശർക്കര, കപ്പലണ്ടി, റാഗി, എള്ള്, അങ്ങനെയുള്ള ആഹാരങ്ങളാണ്. അപ്പം ഇതൊക്കെ ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. അയൺ ടാബ്ലറ്റ്സ് തീർച്ചയായിട്ടും ഗർഭിണി കഴിക്കണം. ഒരു 3 മാസം കഴിയുമ്പോൾ മുതൽ പ്രഗ്നൻസി ത്രൂ ഔട്ട്, ഡെലിവറി കഴിഞ്ഞും കുറച്ച് 3 മാസത്തോളമെങ്കിലും അയൺ ടാബ്ലറ്റ് കഴിച്ചിരിക്കണം. പക്ഷെ അതിന്റെ കൂടെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ മാത്രം ചിലപ്പം എല്ലാവർക്കും നോർമൽ റേഞ്ച് അച്ചീവ് ചെയ്യാൻ പറ്റണം നിർബന്ധമില്ല. അതുപോലെ അയൺ പാത്രങ്ങളുണ്ടല്ലോ, ഇരുമ്പിന്റെ പാത്രങ്ങളിൽ പാചകം ചെയ്ത് കഴിച്ചാലും കുറച്ച് അയൺ റിക്വയർമെന്റ് അതുവഴി കൂടി നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ആ ഡയറ്റിന്റെ കാര്യത്തിൽ അയൺ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങൾ ശ്രദ്ധിക്കണം. അയൺ കൊണ്ടുള്ള പാത്രങ്ങളിൽ ഫുഡ് ഉണ്ടാക്കുന്ന, ഇരുമ്പ് പാത്രങ്ങളിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതും യൂസ്ഫുൾ ആയിട്ട് കണ്ടുവരുന്നത്. പിന്നെ രക്തക്കുറവുള്ളവർക്ക് വേറൊരു പ്രശ്നവും യൂഷ്വലി കൂടെ കാണാറുണ്ട്, പ്രോട്ടീന്റെ കുറവ്. കാരണം ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അയൺ വേണം. അതിന്റെ കൂടെ തന്നെ പ്രോട്ടീന്റെ ആവശ്യമുണ്ട്. അപ്പൊ പ്രോട്ടീനും അവരുടെ ബോഡിയിൽ പൊതുവേ കുറവായിട്ടാണ് കാണുന്നത്. അപ്പൊ പ്രോട്ടീനുള്ള ആഹാരങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കടല, പയറ്, പരിപ്പ്, അങ്ങനത്തെയുള്ള ആഹാരങ്ങൾ, മുട്ട, പാല്, ഇറച്ചി, ഏതാണോ കഴിക്കാൻ താല്പര്യമുള്ളത് അതിനനുസരിച്ച് കഴിക്കുന്നതും കൂടി നമുക്ക് വളർച്ച അഥവാ രക്തക്കുറവ്, അനീമിയ നമ്മൾ പറയും, അത് കറക്റ്റ് ചെയ്യാൻ ഒരു പരിധി വരെ സഹായിക്കും. പിന്നെ ഇതൊക്കെ നമ്മൾ പൊതുവെ ഗർഭിണികൾ പാലിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. പിന്നെ സ്പെഷ്യൽ സിറ്റുവേഷൻസിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ. കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഇന്ന സാധനം കഴിക്കാൻ പാടില്ല എന്ന ഒരു സ്റ്റഡിയും ഇല്ല. പലർക്കും ഉള്ള സംശയമാണ്, ഗർഭിണിയായി കഴിയുമ്പോൾ പൈനാപ്പിൾ കഴിക്കാവോ, പപ്പായ കഴിക്കാവോ, അലസിപ്പോവോ, നേരത്തെ പ്രസവം വരുമോ? അപ്പൊ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പൈനാപ്പിള് ഈ പറയുന്ന പോലെ കുറച്ച് ഒരു അസിഡിക് ആയിട്ടുള്ള സംഗതിയാണ്. ആ ഒരു അസിഡിറ്റി പ്രശ്നമുള്ളവർ മാത്രം പൈനാപ്പിൾ അധികം കഴിക്കാതിരിക്കുക, അല്ലാതെ അതുകൊണ്ട് അബോർഷൻ ആയി പോവോ അല്ലെങ്കിൽ നേരത്തെ വേദന വരുമോ ഒന്നും ചെയ്യൂല. സെയിം കേസാണ് പപ്പായയുടെ കാര്യത്തിൽ. പക്ഷെ പഴുത്ത പപ്പായ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഗർഭിണികൾക്കുള്ള ഒരു ഐഡിയൽ ഫ്രൂട്ട് ആണ്. ഇപ്പം അതിനകത്ത് വൈറ്റമിൻ എ, വൈറ്റമിൻസ് എല്ലാം ഉണ്ട്. വൈറ്റമിൻ എ, ബി, സി എല്ലാം റിച്ച് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പപ്പായ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഫൈബറും ഉണ്ട്. മോഷൻ ടൈറ്റ് ആവുന്നവർക്ക്, അസിഡിറ്റി വരുന്നവർക്ക് എല്ലാം ഒരു ഐഡിയൽ ആയിട്ടുള്ള സംഗതിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഴുത്ത പപ്പായ എന്ന് പറയുന്നത്. റൈപ്പ് പപ്പായക്കാണ് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം അങ്ങനെ കഴിക്കാൻ പാടില്ല. ചിലർ പറയും ഡേറ്റ്സ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഇഷ്യൂവേ ഇല്ല. ഡേറ്റ്സ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ 1 കപ്പ് വരെ ദിവസം കഴിക്കുന്നത് രക്തം ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാം വളരെ നല്ലതാണ്. പ്രഗ്നൻസിയിൽ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ശരിക്കും ഡേറ്റ്സ് അഥവാ ഈന്തപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആഹാരത്തിൽ കുറയ്ക്കേണ്ട സംഗതികളുണ്ട് കുറച്ച്. ചായ, കോഫി, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലർക്ക് ശീലമായിരിക്കും. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണമെന്ന് പറയുന്നില്ല. ദിവസം 2 ചായ അല്ലെങ്കിൽ 2 കോഫി കുടിക്കുന്നതുകൊണ്ട് കുഞ്ഞിലൊരു മോശം ഇഫക്റ്റ് ഒന്നും വരില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് കുടിക്കുന്ന, ഒരു ദിവസം ചിലപ്പോൾ 4 ചായ വേണ്ടവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കുറച്ചൊരു അസിഡിറ്റി ഉണ്ടാക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അളവ് ക്രമീകരിച്ച് മാത്രം ഈ പറയുന്ന പോലെ ചായ ആണെങ്കിലും കോഫി ആണെങ്കിലും കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. കഴിയുന്നത് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ കുറച്ച് മിസ്കൺസെപ്ഷൻസും കൂടെ ഉണ്ട് ഈ പ്രഗ്നൻസി ആയിട്ട് റിലേറ്റഡ്. മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുങ്കുമപ്പൂ ഇട്ട് പാല് കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് വെളുക്കും. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, പപ്പായും പൈനാപ്പിളും കഴിച്ചാൽ ഉടനെ അലസി പോവും. പിന്നെ ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ, ചായ കുടിച്ചു കഴിഞ്ഞാലൊക്കെ കുഞ്ഞ് കറുത്തു പോവും. ഇങ്ങനെ കുഞ്ഞിന്റെ നിറവും ആഹാരവുമായിട്ട് ഇതുവരെ ഒരു ബന്ധമുള്ളതായിട്ട് ഒരു സ്റ്റഡിയും ഇല്ല. നമ്മുടെ സ്കിന്നിന്റെ കളറാണെങ്കിലും നമ്മുടെ ബുദ്ധിയാണെങ്കിലും ഒരു പരിധി വരെ ജനറ്റിക് ആണ്. അതായത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ ജീൻസ് വഴി, നമ്മുടെ ഫാമിലി വഴി നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ട് അവർക്ക് ഡയറ്റ് നോക്കുന്നുണ്ടോ, രക്തക്കുറവൊന്നും വരാതെ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞായിരിക്കും. അതാണല്ലോ നമുക്ക് ഇമ്പോർട്ടന്റ്. വെളുത്ത ഒരു കുഞ്ഞിനെ കാട്ടി നമുക്ക് ഹെൽത്തി ആയിട്ട് അസുഖങ്ങളൊന്നും വരാത്ത നോർമൽ ആയിട്ടുള്ള, ഇപ്പൊ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ വേറെ വൈകല്യങ്ങളൊന്നും ഇല്ലാത്ത നോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ബേബിയെ കിട്ടാനാണ് നമുക്ക് ആഗ്രഹം. അപ്പം അതിന് ഈ പറയുന്ന രീതിയിലുള്ള ആഹാരകാര്യങ്ങൾ ശ്രദ്ധിക്കും. പിന്നെ
നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റ് എടുത്തില്ലെങ്കിൽ, ഈ പറയുന്ന പോലെ ബാലൻസ്ഡ് ഡയറ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ കുഞ്ഞിന് വളർച്ചക്കുറവ്, ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. പ്രത്യേകിച്ചും പ്രഷറൊക്കെ ഉള്ള ആൾക്കാർക്ക്, ബി പി ഒക്കെ പ്രഗ്നൻസിയിൽ വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഡയറ്റിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ ഒന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വളർച്ചക്കുറവ് വരും. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ശ്രദ്ധ നമ്മുടെ ഡയറ്റ് ബാലൻസ്ഡ് ആക്കുന്നതിലായിരിക്കണം. ഇന്നത് കൂടുതൽ കഴിക്കുക, കുറെ ചോറ് കഴിക്കുക, കുറെ കപ്പ കഴിക്കുക, അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് ഈക്വൽ മീൻസ് കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, ബാക്കി വൈറ്റമിൻസും മിനറൽസും എല്ലാം വേണം. അപ്പൊ ഇതിനുള്ള സംഗതികളെല്ലാം കഴിക്കാം. കാർബോഹൈഡ്രേറ്റ് നമുക്ക് ചോറ് കഴിക്കാം, ചപ്പാത്തി കഴിക്കാം. പ്രോട്ടീന് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ കടലവർഗ്ഗങ്ങളെല്ലാം കഴിക്കാം, മീറ്റ്, പാൽ ഉൽപ്പന്നങ്ങൾ അതെല്ലാം കഴിക്കാം. വെജിറ്റബിൾസും ഫ്രൂട്ട്സും മസ്റ്റാണ് വൈറ്റമിൻസും മിനറൽസും കിട്ടാൻ വേണ്ടിയിട്ട്, രക്തക്കുറവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക എന്നുള്ളതാണ് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. പിന്നെ വെള്ളം ഇതേപോലെ തന്നെ, ആഹാരത്തിനെ പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി 2 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതും. അതുപോലെ ചെറിയ രീതിയിലുള്ള ഡയറ്റിന്റെ പാർട്ട് തന്നെയാണ് നമ്മുടെ എക്സസൈസും. ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും ചെറുതായിട്ടുള്ള നടത്തമെങ്കിലും ഗർഭിണിക്ക് വേണം. പിന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യായാമങ്ങൾ ഓൾറെഡി ഉണ്ടാവും. ചിലർ യോഗ ചെയ്യുന്നവരുണ്ടാവും, ചിലരല്ലാതെ വാക്കിംഗ് തന്നെ ഡെയിലി ചെയ്യുന്നവരുണ്ടാവും. അവർക്കൊക്കെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യായാമങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, താങ്ക് യു.